2026 ആദ്യ സൂര്യഗ്രഹണത്തിന് പിന്നാലെ ആദ്യ ചന്ദ്രഗ്രഹണവും നടക്കാനിരിക്കുകയാണ്. ഇത്തവണ ആകാശത്ത് ദൃശ്യമാവുക പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ്. മാർച്ച് 3 നടക്കുന്ന 58 മീറ്റർ നീളുന്ന അപൂർവ ചന്ദ്രഗ്രഹണം കണ്ടിട്ടില്ലെങ്കിൽ വളരെ നഷ്ടമാണ്. മാനം നോക്കി നടക്കാം. ചന്ദ്രൻ ചുവന്നു തുടുക്കും. പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. 58 മിനിറ്റ് നീളുന്ന അപൂർവ ചന്ദ്രഗ്രഹണം കണ്ടില്ലെങ്കിൽ ഇത് ശരിക്കും നഷ്ടം തന്നെ. ഓരോ വർഷവും ആകാശത്ത് നിരവധി അത്ഭുത പ്രതിഭാസങ്ങളാണ് കാണുന്നത്. ഇപ്പോഴിതാ 2026 ആദ്യ സൂര്യഗ്രഹണത്തിന് ശേഷം ആകാശത്ത് വിസ്മയം തീർക്കാൻ ആദ്യ ചന്ദ്രഗ്രഹണവും നടക്കാനിരിക്കുകയാണ്. ഇത്തവണ പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ് സംഭവിക്കുക. ആകാശത്ത് ഏതാനും സമയം മാത്രം ദൃശ്യമാകുന്ന ചന്ദ്രഗ്രഹണം മാർച്ച് 3 നടക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചന്ദ്രൻ ഉദിച്ചുയരുമ്പോൾ തന്നെ ഗ്രഹണത്തിലായിരിക്കുമെന്നതിനാൽ അവസാന ഭാഗം മാത്രമേ ദൃശ്യമാകൂ. ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അതിന്റെ ഫലമായി ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനാൽ അത് ഇരുണ്ടതായി കാണപ്പെടും. ചില സന്ദർഭങ്ങളിൽ ചന്ദ്രൻ അല്പം ചുവപ്പ് നിറത്തിൽ കാണപ്പെടും. എല്ലാ വർഷവും കുറച്ചു തവണ ചന്ദ്രഗ്രഹണങ്ങൾ സംഭവിക്കാറുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇത് ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ചന്ദ്രഗ്രഹണം അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നു തന്നെയാണ്. ഈ ചന്ദ്രഗ്രഹണം കാണാൻ പ്രത്യേക ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല. സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രഗ്രഹണം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പൂർണ്ണമായും സുരക്ഷിതമാണ്. ആകാശത്ത് കാർമേഘങ്ങളില്ലെങ്കിൽ പുറത്തുപോയി ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മനോഹര കാഴ്ച തന്നെയാണ് അത് സമ്മാനിക്കുക. ഒരു ദൃശ്യവിരുന്ന് എന്നതിലുപരി സൂര്യനും ഭൂമിയും ചന്ദ്രനും ബഹിരാകാശത്ത് എത്ര കൃത്യമായി സഞ്ചരിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചന്ദ്രഗ്രഹണം. പലർക്കും അവയ്ക്ക് സാംസ്കാരികവും പരമ്പരാഗതവുമായ പ്രാധാന്യവുമുണ്ട്. മാർച്ച് 3 ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ ഹ്രസ്വകാലമായിരിക്കാം. ഈ ചന്ദ്രഗ്രഹണം വൈകിട്ട് 3:20 മുതൽ 6:48 വരെയാണ് കാണാൻ സാധിക്കുക. പൂർണ്ണതോതിൽ ദൃശ്യമാകുക 4:34 5:33 ഇടയിലായിരിക്കും. ഈ അപൂർവ പ്രതിഭാസത്തെ ബ്ലഡ് മൂൺ എന്നാണ് പറയുന്നത്. മാർച്ച് 3 ഹോളി ദിനത്തിൽ ഒരു ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. മാത്രമല്ല അന്ന് തന്നെയാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയും. ഈ രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം ആരംഭിക്കുമ്പോൾ ചന്ദ്രൻ ചുവപ്പ് നിറത്തിലായിരിക്കും കാണുക. രക്തചന്ദ്രൻ എന്ന വിശേഷണം അതുകൊണ്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇത്തവണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിലെ ദൃശ്യപരത പരിമിതമായിരിക്കും. രാജ്യത്തെ മിക്ക ഭാഗങ്ങളിലും പൂർണ്ണഗ്രഹണം വ്യക്തമായി ദൃശ്യമാകുന്നതിനു മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചേക്കാം. എന്നിരുന്നാലും ചിലയിടങ്ങളിൽ ചില സമയങ്ങളിൽ ഗ്രഹണത്തിന്റെ ചില ഭാഗിക ഘട്ടങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതേസമയം പൂർണ്ണ ചന്ദ്രഗ്രഹണം വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ, ആഫ്രിക്ക, പസഫിക് മേഖല എന്നിവിടങ്ങളിൽ കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കും. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് പൂർണ്ണ ചന്ദ്രഗ്രഹണം വെസ്റ്റ് ബംഗാൾ, ത്രിപുര, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ, മണിപ്പൂർ, ആസാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കാണാൻ സാധിക്കും. അതേസമയം കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭാഗികമായി മാത്രമാണ് ഈ ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കൂ. കേരളത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 ആരംഭിച്ച് 7:53 ഇത് അവസാനിക്കും. എന്നിരുന്നാലും ഇത് കാലാവസ്ഥയെ ആശ്രയിച്ചായിരിക്കും കാണാൻ സാധിക്കുക. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.